വോട്ടിന്റെ വില. രാജഗോപാലന്റെ രോദനം. മിനിക്കഥ. രചന അനിൽ മണ്ണത്തൂർ. വായന വത്സ ശ്രീലകം. കിടപ്പ് രോഗിക്കും വോട്ടവകാശം വേണം. ആ മുദ്രാവാക്യം രാജഗോപാലന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. 7 വർഷമായി അപകടം തളർത്തിയ ഈ ശരീരവുമായി അദ്ദേഹം ജനലിനരികിലെ കട്ടിലിൽ കിടക്കുകയാണ്. പുറത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശം അലയടിക്കുന്നു. മൈക്കിലൂടെയുള്ള പ്രചാരണ വാഹനം കടന്നു പോകുമ്പോൾ രാജഗോപാലൻ ഓർത്തു, എത്ര തെരഞ്ഞെടുപ്പിൽ ഡ്യൂട്ടി എടുത്തിരിക്കുന്നു. അന്നത്തെ രസം, ആവേശം വിരമിച്ച ശേഷവും രാഷ്ട്രീയഗോതയിലെ ചർച്ചാവേദിയിൽ അദ്ദേഹം സജീവമായിരുന്നു. അപകടശേഷം 2 തെരഞ്ഞെടുപ്പുകൾ നഷ്ടപ്പെട്ടു. ജീവനക്കാർ വീട്ടിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന സൗകര്യം പിന്നീട് വന്നപ്പോൾ പോസ്റ്റൽ വോട്ടിന്റെ മധുരം അദ്ദേഹം വീണ്ടും അറിഞ്ഞു. ആ കടലാസ് കഷ്ണത്തിൽ വിരൽ വെച്ച് മുദ്ര പതിപ്പിക്കുമ്പോൾ താൻ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, തൻ്റെ ശബ്ദത്തിന് വിലയുണ്ട് എന്ന ആശ്വാസമാണ് അനുഭവിച്ചത്. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന് 75 വയസ്സ് തികഞ്ഞിട്ടില്ല. ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുമില്ല. വയസ്സ് 80 കഴിഞ്ഞാൽ മാത്രമേ വീട്ടിൽ വന്ന് വോട്ട് ചെയ്യാനുള്ള അർഹതയുള്ളൂ രാജേട്ട. അതാണ് പുതിയ ലിസ്റ്റ്, വാർഡ് മെമ്പർ പറഞ്ഞു നിർത്തി. തൊണ്ടയിൽ ഒരു കല്ല് കുടുങ്ങിയതുപോലെ രാജഗോപാലൻ കിടന്നു. അപ്പോൾ പൂർണ്ണമായും തളർന്ന ഒരു മനുഷ്യന് ഈ നാട്ടിലെ പൗരനല്ലാതെ വേണ്ടി വരുമോ? കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന പൗരാവകാശ രേഖയിലേക്ക് അദ്ദേഹം നോക്കി. ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശം വോട്ടാണ്. അതെ, കിടപ്പ് രോഗിയായ താനും ഒരു പൗരനാണ്. തളർന്ന ശരീരത്തിനുള്ളിൽ ഇപ്പോഴും രാഷ്ട്രീയ ബോധമുള്ള ഈ നാടിന്റെ ഭാവിയിൽ ആശങ്കയുള്ള ഒരു മനസ്സുണ്ട്. വൈകുന്നേരം മകൻ ഗോപൻ വോട്ട് ചെയ്ത് വന്നപ്പോൾ രാജഗോപാലൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, മോനെ, നിനക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ. എനിക്ക് എന്തുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയാൻ കഴിയുന്നില്ല? ഇവിടെ നിന്നും പോളിംഗ് ബൂത്തിലേക്ക് സ്ട്രക്ചറിൽ എടുത്തു കൊണ്ടുപോകുക എന്നത് പ്രായോഗികമല്ല അച്ഛ. ഗോപൻ നിസ്സഹായനായി. ആ വാക്കുകൾ രാജഗോപാലന്റെ ഹൃദയത്തിൽ തറച്ചു. തൻ്റെ ശരീരം തളർന്നതിൻ്റെ പേരിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരവകാശം നിഷേധിക്കപ്പെടുകയോ? താൻ ഇപ്പോൾ പൗരൻ എന്ന ഗണത്തിൽ പെടുന്നില്ലേ? എല്ലാ കിടപ്പ് രോഗികളെയും വയസ്സോ ഭിന്നശേഷിയോ നോക്കാതെ പോസ്റ്റൽ വോട്ടിന് പരിഗണിക്കുന്ന ഒരു കാലം വരുമോ? രാജഗോപാലന്റെ കണ്ണുനീർ കവിളിലൂടെ തലയിണയിലേക്ക് ഒലിച്ചിറങ്ങി. അത് രാജഗോപാലന്റെ മാത്രമല്ല, ഈ രാജ്യത്ത് ശബ്ദമില്ലാതായ ആയിരക്കണക്കിന് കിടപ്പ് രോഗികളുടെ വോട്ട് നിഷേധിക്കപ്പെട്ട രോദനമായിരുന്നു. സമൂഹം കേൾക്കേണ്ട ഒരു നിലവിളി.